നമസ്കാരം. ഇൻസ്ക്രിപ്ഷൻ നീക്കേണ്ടി വന്നാൽ ഇന്ത്യ വിടുമെന്ന് വ്യക്തമാക്കി മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സ്ആപ്പ്. ഡൽഹി ഹൈക്കോടതിയിലാണ് വാട്സാപ്പിനായി ഹാജരായ അഭിഭാഷകൻ കമ്പനിയുടെ നിലപാട് അറിയിച്ചത്. പ്ലാറ്റ്ഫോം ഉറപ്പു നൽകുന്ന സ്വകാര്യതയും സന്ദേശങ്ങൾ എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നതും കാരണമാണ് ആളുകളുടെ ഉപയോഗം വർദ്ധിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ നെറ്റ്വർക്ക് സൂക്ഷിക്കേണ്ടി വരും. ഏതൊക്കെ സന്ദേശങ്ങളാണ് ഡീക്രിപ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ദശലക്ഷക്കണക്കിന് സന്ദേശങ്ങൾ വർഷങ്ങളോളം സൂക്ഷിക്കേണ്ടി വരുമെന്നാണ് ഇതിനർത്ഥമെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. സോഷ്യൽ മീഡിയ ഇടനിലക്കാർക്കുള്ള 2021 ഇൻഫർമേഷൻ ടെക്നോളജി നിയമങ്ങളെ ചോദ്യം ചെയ്ത് വാട്സപ്പും മാതൃകമ്പനിയായ മെറ്റയും നൽകിയ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുകയായിരുന്നു. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ, ജസ്റ്റിസ് മൻപീത് പ്രീതം എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ റൂൾസ് അതുപോലെ തന്നെ 2021 ഫെബ്രുവരി 25 കേന്ദ്രം പ്രഖ്യാപിക്കുകയായിരുന്നു. ഏറ്റവും പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് പോലുള്ള വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അത് തന്നെ പാലിക്കേണ്ടതുണ്ട്. മെസ്സേജിംഗ് ആപ്പുകളിലൂടെ പ്രചരിക്കുന്ന സന്ദേശങ്ങൾ പിന്തുടരാനും അവയുടെ ആദ്യ ഉറവിടം കണ്ടെത്താനും കമ്പനികൾ സംവിധാനം ഒരുക്കണമെന്നുള്ള 2021 IT നിയമത്തിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ട് വാട്സപ്പും മാതൃകമ്പനിയായ മെറ്റയും നൽകിയ ഹർജിയിൽ വാദം കേൾക്കവെയാണ് കമ്പനി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 2021 ഫെബ്രുവരി 5 IT നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇതനുസരിച്ച് ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങൾ പുതിയ വ്യവസ്ഥകൾ അംഗീകരിച്ചിരിക്കണം. ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ പറയുകയാണ്, എൻസ്ക്രിപ്ഷൻ ഒഴിവാക്കാൻ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ പോകും. വാട്സപ്പിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ തേജസ് കറിയ പറഞ്ഞു. ഏത് സന്ദേശങ്ങളാണ് ഡീക്രിപ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഉപഭോക്താക്കൾ അയക്കുന്ന സന്ദേശങ്ങൾ വർഷങ്ങളോളം ശേഖരിക്കേണ്ടി വരുമെന്നും തേജസ് കറിയ പറഞ്ഞു. ഇങ്ങനെ ഒരു നിയമം ലോകത്തെവിടെയുമില്ലെന്നും ബ്രസീലിൽ പോലും ഇല്ലെന്നും സമാനമായ നിയമം മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി അഭിഭാഷകൻ പറഞ്ഞു. സ്വകാര്യത അവകാശങ്ങൾ സമ്പൂർണ്ണമല്ലെന്നും എവിടെയെങ്കിലും ബാലൻസ് ചെയ്യേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. അതേസമയം വർഗീയ കലാപം പോലുള്ള വിഷയങ്ങളിൽ ആക്ഷേപകരമായ ഉള്ളടക്കങ്ങൾ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുമ്പോൾ ഈ നിയമം പ്രാധാന്യമർഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. 2021 IT ആക്ടിനെതിരെ വിവിധ ഹൈക്കോടതികളിൽ വന്ന ഹർജികളിലും ഡൽഹി ഹൈക്കോടതിയിലേക്ക് മാറ്റിക്കൊണ്ട് സുപ്രീം കോടതി മാർച്ച് 22 ഉത്തരവിട്ടിരുന്നു. ഈ നടപടികൾ പൂർത്തിയായതിനു ശേഷം ഓഗസ്റ്റ് 14 മെറ്റയുടെയും വാട്സപ്പിന്റെയും ഹർജിയിൽ വീണ്ടും വാദം കേൾക്കും. കർണാടക, മദ്രാസ്, കൊൽക്കത്ത, കേരള, ബോംബെ ഹൈക്കോടതികളിൽ 2021 IT നിയമനത്തിനെതിരായി ഹർജികൾ വന്നിട്ടുണ്ട്. കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് വാട്സപ്പ് മുന്നോട്ട് നീങ്ങുന്നത്. എൻസ്ക്രിപ്ഷൻ നീക്കേണ്ടി വന്നാൽ ഇന്ത്യ വിടുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നതും.